ഇന്ന് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പരിചയപ്പെട്ടാലോ. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ പേരാണ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് വളരെയധികം മനസ്സന്തോഷം തരുന്ന ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് നമുക്കൊരു ബുക്ക് വേണം. അപ്പോൾ ആ ബുക്കിൽ നമ്മൾ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് നടക്കണമെന്നാണോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്താണ്, അത് നടന്നാൽ എങ്ങനെയൊക്കെ ഇരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു വീടാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, എൻ്റെ വീടിന്ന് വളരെ മനോഹരമായിരുന്നു. അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ജോലിയാണെങ്കിൽ ആ ജോലി എങ്ങനെയാണ്, ഇപ്പോൾ ഞാനിരിക്കുന്ന സീറ്റ് ഇങ്ങനെയാണ്, എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, എൻ്റെ കൊളീഗ്സൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാ ഡയറി എഴുതുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്രിപ്റ്റ് പോലെ, ഒരു ഡയറി എൻട്രി പോലെ നമ്മൾ എഴുതുന്നതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം എന്താ? നമ്മൾ നടക്കാത്തൊരു കാര്യമാണ്, പക്ഷേ നാളെ നടന്നാൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, അത് ആലോചിച്ച് നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആ ഫീലിങ്സും കൂടെ നമുക്ക് ഉണ്ടാവും. അതായത് നമ്മൾ എഴുതുന്നതോടൊപ്പം നമ്മൾക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മുന്നുള്ള വീഡിയോസ് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഫീലിംഗ് ആസ് എ സീക്രട്ട്. നമുക്ക് വെറുതെ എന്തെങ്കിലും എഴുതുകയോ അല്ലെങ്കിൽ വെറുതെ കുറേ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തില്ല. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അത് കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും, ആ കിട്ടുന്ന ആളുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഫീലിങ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുമ്പോഴാണ് എന്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ, നമ്മളത് എഴുതുമ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്തിട്ടായിരിക്കുമല്ലോ എഴുതുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ മെൻ്റലി അങ്ങനത്തുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും, അത് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിലേക്കൊരു ഫീലിങ്സ്, അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫീലിങ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ നമ്മളത് കാണുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു തരം വിഷ്വലൈസേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതുന്നതോടൊപ്പം ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസും ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആ ഫീലിങ്സ് നമ്മുടെ ബോഡിയിലേക്കും കൂടെ വരാൻ തുടങ്ങും. അപ്പോൾ ഫീലിങ്ങും ആ ഒരു തോട്ടും വിഷ്വലൈസേഷനും കൂടെയൊക്കെ ചേരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകൾ സ്ക്രിപ്റ്റിങ്ങും കൂടി നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും.